ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ല, ആൾക്കാർക്കാർക്കും താല്പര്യമില്ല കാണാൻ. അതാണ് വീഡിയോ ഇടാതിരുന്നതാണ്. അപ്പോൾ ഇന്നെന്തായാലും ഹേമ കമ്മിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങളൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ആൾക്കാർക്ക് ഇഷ്ടം വേറെ മറ്റേ ഒളിവിയ ഇഷ്യൂവും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒളിവിയ ഇഷ്യൂവിൻ്റെ അകത്തൊക്കെ പറയാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം കേട്ടാ. അപ്പോൾ അതെ, ഇപ്പോൾ പറയാൻ വന്നത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ബിഗ് ബോസിലെ നല്ല അടിപൊളി സുഹൃത്തുക്കളായിരുന്നു നമ്മുടെ സിബിനും പൂജയും. അപ്പോൾ ഇവരെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവരും കാണും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാം. അപ്പോൾ ഇത് സിബിൻ പൂജയ്ക്കെതിരെ ഇട്ട ഒരു കമൻ്റായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. കമൻ്റായിരുന്നു തോന്നുന്നു, ഒരു വീഡിയോയ്ക്ക് ഇട്ട ഒരു കമൻ്റായിരുന്നു. അത് ഞാൻ ആൾക്കാരെ അടുത്ത് സ്റ്റോറിയാക്കി അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് കണക്കൊക്കെയാണ് ഉള്ളത് സംഭവം. ഞാൻ തന്നെ വായിക്കാം, ഇനി വേറെ ആരും നിങ്ങൾ വായിച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇവിടെ വെച്ചേക്കുന്ന സാധനം മൊബൈലിൽ കാണാൻ, ചില സ്ക്രീൻഷോട്ടൊക്കെ അത് മൊബൈലിൽ കാണുന്നില്ലെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ തന്നെ വായിക്കണം, അതുകൊണ്ട് ഞാൻ തന്നെ വായിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എഴുതിയിരിക്കുന്ന ഇതാണ്: ഇതുപോലെ ഇരട്ടത്താപ്പുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഷോയ്ക്കുള്ളിലാണെങ്കിലും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയും എന്നോട് ജാസ്മിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ആൾ പൂജയാണ്. അവളുടെ ഹിസ്റ്ററി മൊത്തം തപ്പിയെടുത്ത് എന്നോട് വിളമ്പിയതും പൂജയാണ്. ജാസ്മിനെ ഷോ ഫേവർ ചെയ്യുന്നു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. ആദ്യത്തെ ലൈവ് ഞാൻ ഇട്ടതും പൂജ കാരണമാണ്. അന്ന് തുടങ്ങി 4 ദിവസം മുമ്പ് വരെയും ഇവരെക്കുറിച്ച് എന്നോട് കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ, അയ്യോ സൂമായിപ്പോയി, കേട്ടാലറയ്ക്കുന്ന കാര്യങ്ങൾ ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞതും പൂജ ആണ്. ഓക്കെ, എന്നിട്ടും നാണവും മാനവുമില്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ അവരെ നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇവൾ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് ഈ കുട്ടിയോട് പെരുമാറിയ ഞാൻ വെറും മണ്ടൻ, അതും ഞാൻ സമ്മതിക്കുന്നു. വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കാൻ, സ്വന്തം കാര്യം നടത്താൻ എന്ത് ചെയ്യാനും പൂജ തയ്യാറാണ്. പ്രൊഫഷണൽ ബെനിഫിറ്റ്. എന്തിന് ഗബ്രിയെക്കുറിച്ച് ഈ അടുത്തും പരദൂഷണം പറഞ്ഞു എന്നോട്. ഇതൊക്കെ സത്യമാണെന്ന് ഞാനും വിശ്വസിച്ചു. ബി ഹൗസിൽ അർജുനെക്കുറിച്ചും എന്നോട് മോശമായി എന്തൊക്കെയാണ് ഇവൾ പറഞ്ഞത്. അത് മനസ്സിൽ വെച്ചാണ് ഞാൻ അവനോട് അകത്ത് വെച്ച് പെരുമാറിയത്. ഞാൻ പൂജയെ ഒത്തിരി വിശ്വസിച്ചു പല കാര്യത്തിലും. എന്നാൽ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്നെ കുരുതി കൊടുക്കുകയായിരുന്നു. പണ്ടും എൻ്റെ പ്രശ്നം ഇതുതന്നെയാണ്. സൗഹൃദത്തിന് വില കൊടുക്കും, അവരെ കണ്ണടച്ച് വിശ്വസിക്കും. എന്നെ അടപടലം പൂജ ചതിച്ചു. ഇതിപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ഈ സൈബർ അറ്റാക്ക് മുഴുവൻ കിട്ടാൻ ഒരു ചെറിയ പങ്കെങ്കിലും പൂജയ്ക്കുണ്ട്. ഒരു ആത്മാർത്ഥത ആരോടുമില്ല, ബട്ട് ആളുകളെ യൂസ് ചെയ്യാൻ നന്നായി അറിയാവുന്ന ആളാണ് പൂജ. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഇനിയും സൈബർ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നറിയാം. എന്നാലും സാരമില്ല, അങ്ങനെ നമ്മളെ എല്ലാവരും കയറി പൊട്ടനാക്കിയിട്ട് പോകണ്ട. ഇതാണ് സിബിനിട്ടൊരു കമൻ്റാണ്. ഇത് വേറെ കുറേ പേജസൊക്കെ എടുത്ത് ഓൾറെഡി സ്റ്റോറി ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റോറി എനിക്കും കിട്ടിയതാണ്. അപ്പോൾ ആ സ്റ്റോറി എടുത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗബ്രിയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കൊടുത്ത പൂജയാണ്. പിന്നെ ജാസ്മിനെ കുറിച്ച് മോശമായിട്ട് ചരിത്രം എടുത്ത് പറഞ്ഞു കൊടുത്തതും പൂജയാണ്. പിന്നെ അർജുനെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് പൂജയാണ് എന്നൊക്കെയാണ് സിബിന് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊക്കെ ഉള്ളത് ഇനി സിബിനോ പൂജയോ തന്നെ പുറത്തു വന്ന് പറയുമായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കാം, അല്ലേ? അപ്പോൾ എന്തായാലും ഇതണക്കത്ത ഒരു വിഷയം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹേമ കമ്മീഷനൊക്കെ മാറ്റിവെച്ച് ഇതൊക്കെ ചർച്ച ചെയ്യൂ. ഓക്കെ, എന്തായാലും ഇതിലിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി വരത്തില്ല. കാരണം ഇപ്പം തന്നെ ജബ്രി ഫാൻസ് ഇപ്പം തന്നെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ജബ്രി ഫാൻസ്, മിക്കവാറുള്ള ജബ്രി ഫാൻസ് ഒന്നും അറിഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷേ ഇനി അറിഞ്ഞോളൂ. ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, നിങ്ങൾ ആഘോഷിക്കുമോ, പോയി പൊങ്കാല ഇടൂ. ആണ് സാറിന് പൊങ്കാലയാണല്ലോ ഇടാറുള്ളത്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആരും പൊങ്കാല ഇടാനും സൈബർ അറ്റാക്കിനൊന്നും നിൽക്കണ്ട. സംഭവം ഇത് അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ചിലപ്പോൾ തല്ലായിരിക്കും. ഇനി വേറെ ആരും അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് തല്ലുണ്ടാക്കാൻ നിൽക്കേണ്ട. ചിലപ്പോൾ തല്ലുണ്ടാക്കിയിട്ട് അവർ തമ്മിൽ ഒത്തുചേരും, പിന്നെ നിങ്ങൾക്കുള്ള പഞ്ഞിക്കിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും വാങ്ങിച്ചു കൂട്ടാതെ വളരെ നന്നായിട്ട് ജബ്രികളെ സപ്പോർട്ട് ചെയ്ത് പോണ ഒരുപാട് പേജസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ജബ്രികൾ പേജസ്സാണ്, ഫുള്ള് ജബ്രി, അട്ടപ്പടലം ജബ്രികളാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് മാത്രം എനിക്ക് സ്റ്റോറിയുടെ സജഷൻ വരുന്ന മൊത്തം ജബ്രികളാണ്. ഞാൻ എല്ലാത്തിനും ബ്ലോക്ക് ചെയ്തത്, വേറെ കാര്യം. കാരണം എനിക്ക് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. അതെ, നമ്മൾ കാണാൻ താല്പര്യമുള്ളത് കണ്ടാൽ മതിയല്ലോ. എനിക്ക് ജബ്രികളെ കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം, ഇതണക്കൊക്കെയാണ് കാര്യങ്ങൾ, ഇതണക്കൊക്കെയാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം വന്ന് എന്താണ് ഇതിൻ്റെ അകത്തുള്ള യഥാർത്ഥമായ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇതണക്കുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പോൾ നമുക്കിവിടെ തന്നെ നിർത്താം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.